ഈ 11th സ്റ്റാൻഡേർഡും 12th സ്റ്റാൻഡേർഡുകാരും ഒക്കെ ഓർഗാനിക് റിയാക്ഷൻസ് എഴുതുന്ന സമയത്ത് എല്ലാ ഇക്വേഷൻസും ഒക്കെ എഴുതി കഴിഞ്ഞാലും ചില റിയേജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എഴുതിയില്ലെങ്കിൽ നമുക്ക് മാർക്ക് പോകും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആൽക്കൈൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ ഹാലോ ആൽക്കൈൽസിൻ്റെ ചാപ്റ്ററിലുള്ള ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് എല്ലാവർക്കും വുഡ്സ് റിയാക്ഷൻ അറിയാം. അത് ആൽക്കൈൽ ഹാലൈഡ് സോഡിയമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡബിൾ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള പ്രൊഡക്റ്റ് കിട്ടും. അതാണ് വുഡ്സ് റിയാക്ഷൻ. പക്ഷേ അവിടെ ഒരു റിയേജൻ്റ് ഉണ്ട്, ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. അത് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് പോകും. അതേപോലെ തന്നെ നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജൻ്റെ പ്രിപ്പറേഷനിൽ ആൽക്കൈൽ ഹാലൈഡ് ട്രീറ്റഡ് വിത്ത് മെഗ്നീഷ്യമാണ്. അവിടെയും ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. അത് പലപ്പോഴും പിള്ളേർ മറന്നു പോകും. അപ്പോൾ എന്തൊരു നിങ്ങളുടെ മാർക്ക് കുറയും. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ അസൈലേഷൻ. അതിൻ്റെ റിയാക്ഷൻ റിയേജൻ്റ് ഒക്കെ എഴുതി വയ്ക്കും. പക്ഷേ ആരോൻ്റെ മേലെ ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അത് പിള്ളേർ പൊതുവെ മറക്കാറുണ്ട്. അതുപോലെ ആ ചാപ്റ്റർ തന്നെ വേറൊന്നുള്ളതാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. അവിടെ സോഡിയം അയഡൈഡ് എഴുതും, നിങ്ങൾ ഹാലജൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ അവിടെയുണ്ട് ഇൻ പ്രസൻസ് ഓഫ് അസറ്റോൺ. അപ്പോൾ ഈ റിയേജൻസ് മറക്കരുത്. അതുപോലെ തന്നെ ആ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അത് ആൽക്കഹോളിക് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ആൽക്കഹോളിക് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ എലിമിനേഷൻ റിയാക്ഷൻ ആയിരിക്കും. അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ അത് കൂടുതലും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആയിരിക്കും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും മാത്രം പഠിച്ചാൽ പോരാ, ഇൻ പ്രസൻസ് ഓഫ് സം സോൾവെൻറ്റ്സ് ചില ഓർഗാനിക് റിയാക്ഷൻസിലുണ്ട്. അതൊന്ന് നോക്കി വയ്ക്കണം കേട്ടോ, ഇല്ലെങ്കിൽ മാർക്ക് കുറയും. താങ്ക് യു.